ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഒരു മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ട്രാവലിങ്ങും പിന്നെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റീസ്റ്റോക്കിങ്ങും ട്രാവലിങ്ങും കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. പക്ഷേ വി ആർ ബാക്ക്, ഓഫ് കോഴ്സ് വി ആർ ബാക്ക്. അയ്യോ, അങ്ങനെ നമ്മൾ എന്താ പറയുക, റീസ്റ്റോക്കിന് വേണ്ടി ഒരു സ്ഥലത്ത് പോവാണ് നാളെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രാവലൊന്നും ചെയ്യാത്ത ആളാണ്. പക്ഷേ എന്ത് പറയാനാ, നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഇങ്ങനെ ട്രാവൽ ചെയ്യുക, പുതിയ പുതിയ സ്ഥലത്ത് പോവുക, സ്റ്റോക്ക് കണ്ടുപിടിക്കുക, എന്താ പറയുക, പുതിയ പുതിയ ഡിസൈൻസ് ഇത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ട്രാവലിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യാത്ത ഒരാളാണ്. ബട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൽ ഓരോ സമയം വന്ന് ചേരുന്ന ഓരോ സാഹചര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാളത്തെ ട്രാവലിംഗ് വ്ലോഗ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ വരും. ഓക്കെ, അങ്ങനെ അടുത്ത ദിവസം ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എവിടോട്ടാണ് പോണേന്ന് പറഞ്ഞില്ലല്ലോ. തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഡിസൈൻസ് നല്ല കളക്ഷൻസ് ഉള്ളത് സാരിയുടെ. അങ്ങനെ കടയിലെത്തിയപ്പോഴത്തേക്കും തന്നെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അടുത്ത ആൾ ചോദിച്ചു, യൂട്യൂബിലോട്ടാണ് വീഡിയോ എന്ന്. ഞാൻ പറഞ്ഞു ആന്ന്. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല ബ്രൈറ്റ് ആയിരുന്നു, അതൊക്കെ മാറ്റി. പിന്നെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെയും ഒരുപാട് കളക്ഷൻസ് അവർ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അവർ നിർത്തിയില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ കിട്ടിയില്ലായിരുന്നു. അത് നല്ല വിഷമമുണ്ടായി. എന്നാലും കുഴപ്പമില്ല, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു. പിന്നെ അവർ എന്താ പറയുക, കളക്ഷൻസ് തരുന്ന നിർത്തിയില്ല. അപ്പോൾ അത് തന്നെ പിന്നെയും നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല യാത്ര ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത്രയും നേരം എൻ്റെ കൂടെ ഈ ജേണിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനി കാണുന്നവരെ ബൈ.